Good morning dear students, welcome to the online class. In today's class we are going to study a topic on Banking Regulation Act 1949. There are so many parts included in the Banking Regulation Act 1949. 1 and 2 parts have been discussed in the previous class. We are going to study in today's class part 3, suspension of business and winding up of the banking companies. Banking Regulation Act is enforced in India March 16, 1949. This act is intended to regulate and control the banking business in India. ഇപ്പോൾ നമുക്കതിലുള്ള ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു 5 പാർട്ടുകളും അതുപോലെ തന്നെ സെക്ഷൻ 56 അടക്കമുള്ള പോർഷൻസുകൾ ഈ ആക്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ സെക്ഷൻ 55 വരെയുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാതെയുള്ള ബാങ്കിങ് ബിസിനസ്സുകൾക്കുള്ളതാണ്. സെക്ഷൻ 56 ആണ് ഏതിൽ വരുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ബിസിനസ് ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള റൂള്. അപ്പോൾ അതിൽ 5 പാർട്ടുകളാണ് മെയിനായിട്ടുള്ളത്. 5ാമത്തെ പാർട്ടാണ് നമുക്ക് ഏതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 56ഉം പാർട്ട് 5 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷൻസിൻ്റെ പ്രൊവിഷൻസുകളും റൂൾസുകളും. അതിൽ തന്നെ പാർട്ട് 1, പാർട്ട് 2 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് പാർട്ട് 3, സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദി ബാങ്കിങ് കമ്പനി. ഇൻ പാർട്ട് 3, 36 section 36B deals with the High Court defined. In this section deals the definition of the High Court, and 37 deals with the suspension of the business. In which situations are the banking business activities are suspended, which are the cases, certain cases related to the suspension of business. Banking business is related in the provision in the section 37. 38 deals with the winding up by High Court. Winding up of the company നമുക്കറിയാം, വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് കമ്പൾസറി വൈൻഡിങ് അപ്പ്. അപ്പോൾ വൈൻഡിങ് അപ്പിൻ്റെ റൂളുകളാണ് സെക്ഷൻ 38 ഡീൽ ചെയ്യുന്നത്. വൈൻഡിങ് അപ്പ് ബൈ ഹൈ കോർട്ട്. 38A തന്നെ കോർട്ട് ലിക്വിഡേറ്റർ, അതായത് കോർട്ടാണ് വൈൻഡിങ് അപ്പിന് കമ്പൾസറി ആയിട്ടുള്ള വൈൻഡിങ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ, കോർട്ട് മുഖേന ആണ് എന്നുണ്ടെങ്കിൽ കോർട്ടായിരിക്കും ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോർട്ട് ലിക്വിഡേറ്ററിൻ്റെ പ്രൊവിഷൻസുകളാണ് 38A സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. 39 സെക്ഷൻ 39 ഡീൽസ് വിത്ത് ദ റിസർവ് ബാങ്ക് ടു ബി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ഒഫീഷ്യൽ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അത് RBI അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റൂളാണ് 39 പറയുന്നത്. 39A തന്നെ പറയുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ദ കമ്പനീസ് ടു ലിക്വിഡേറ്റർ. അതായത് ഒരു കമ്പനീസ് ആക്റ്റിൽ, അതായത് ബാങ്കിങ് കമ്പനീസ് ആക്റ്റിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലിക്വിഡേഷൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ അപ്ലിക്കേഷൻസുകളാണ് 39A പറയുന്നത്. Another 140 section 40 deals with the stay of proceedings. അതായത് ലിക്വിഡേഷൻ ചെയ്യാനുള്ള ഓർഡർ വരികയും പിന്നീട് ബാങ്കിങ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളൊക്കെ പരിശോധിച്ചപ്പോൾ താൽക്കാലികമായിട്ട് ലിക്വിഡേഷൻ പ്രൊസീജിയർ നിർത്തിവെക്കാനായിട്ട് ഉത്തരവ് വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സുകളും റൂൾസുകളാണ് സ്റ്റേ ഓഫ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന സെക്ഷൻ 40 ഡീൽ ചെയ്യുന്നത്. Another 141 preliminary report by official liquidator. ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാങ്കിങ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഇൻഫർമേഷൻസുകൾ, വൈൻഡ് അപ്പ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സുകളും അതുപോലെ തന്നെ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് ഒഫീഷ്യലായിട്ടുള്ള ലിക്വിഡേറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് 41 ഡീൽ ചെയ്യുന്നത്. 41A പറയുന്നതാണ് നോട്ടീസ് ടു പ്രിഫറൻഷ്യൽ ക്ലൈമൻറ്റ്സ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ലിക്വിഡേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ബാങ്കിങ് കമ്പനീസുകളുടെ ക്രെഡിറ്റേഴ്സ് നോൺ ക്രെഡിറ്റേഴ്സ് ആർക്കൊക്കെയാണോ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, എന്തെല്ലാം ലാബിലിറ്റീസുകളാണോ മീറ്റ് ചെയ്യാനുള്ളത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ആ ഒരു പ്രിഫറൻഷ്യൽ ഓർഡറിലായിരിക്കണം ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യേണ്ടത്, പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ക്ലെയിം കൊടുക്കേണ്ട ആളുകൾ, ആ പ്രിഫറൻഷ്യൽ ഓർഡർ പ്രിപ്പയർ ചെയ്യുകയും അവർക്ക് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്ന റൂളാണ് 41A പറയുന്നത്. 42 പവർ ടു ഡിസ്പെൻസ് വിത്ത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സുമായിട്ട്. അപ്പോൾ ഏതൊക്കെ ക്രെഡിറ്റേഴ്സ്, നോൺ ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവരുമായിട്ട് ലിക്വിഡേഷൻ പ്രൊസീജിയറുമായി റിലേറ്റഡ് ആയിട്ട് കൊണ്ട് എന്ത് ചെയ്യണം, മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അനദർ വൺ, ബുക്ക്ഡ് ഡിപ്പോസിറ്റേഴ്സ് ക്രെഡിറ്റ് ടു ബി ഡീംഡ് പ്രൂവ്ഡ്, ദാറ്റ് ഈസ് ദ പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് ടു ഡിപ്പോസിറ്റേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലെയിം കൊടുക്കേണ്ട ആളുകളുടെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഓർഡറുകൾ. അപ്പോൾ അതിൽ ഡിപ്പോസിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുകയും അതിൻ്റെ ഇൻഫർമേഷൻസുകളാണ് 43 ആൻഡ് 43A സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. 44 പറയുന്നത് പവർ ഓഫ് ഹൈക്കോർട്ട് ഇൻ വളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് നമ്മൾ നേരത്തെ പറയുന്ന വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ കമ്പൾസറി വൈൻഡിങ് അപ്പ് ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ 44 പറയുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പാണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇൻ ദി പവർ ഓഫ് ഇൻ കണക്ഷൻ വിത്ത് ദി വോളണ്ടറി വൈൻഡിങ് അപ്പ് ദ പവേഴ്സ് ഓഫ് ദി ഹൈക്കോർട്ട്. അതിൽ 44A B പറയുന്നുണ്ട് പ്രൊസീജിയർ ഫോർ അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. 44A ഡീൽസ് വിത്ത് ദി അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി. ഇപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കമ്പനിയെ മറ്റൊരു കമ്പനികൾക്ക് അമാൽഗമേറ്റ് ചെയ്യാൻ, അക്വയർ ചെയ്യാണെന്ന് അങ്ങനെയുള്ള പ്രൊസീജിയറാണ് 44A. 44B റെസ്ട്രിക്ഷൻ ഓൺ കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ബാങ്കിങ് കമ്പനി ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ റീപേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അമാൽഗമേഷൻ ചെയ്യുകയാണ്, വൈൻഡ് അപ്പ് പ്രൊസീജിയർ ക്ലോസ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ക്രെഡിറ്റേഴ്സും ബാങ്കിങ് മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു കോംപ്രമൈസിങ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് 44B സ്പെസിഫൈ ചെയ്യുന്നത്. 45 പറയുന്നത് പവർ ഓഫ് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ പവേഴ്സ് പറയുന്നത് ഇൻ റിലേറ്റഡ് ടു ദി അപ്ലൈ ടു സെൻട്രൽ ഗവൺമെൻറ് ഫോർ സസ്പെൻഷൻ ഓഫ് ബിസിനസ് സൊസൈറ്റി. ബാങ്കിങ് കമ്പനിയുടെ ബിസിനസ് സസ്പെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ ബിസിനസ് അമാൽഗമേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിങ് കമ്പനി ഇനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് സ്കീമുകളും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ അത് ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ചാണ് പവർ ഓഫ് RBI എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 45 പറയുന്നത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈൻഡ് അപ്പ് ചെയ്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സസ്പെൻഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അതുപോലെ തന്നെ കമ്പനി ഇനി അമാൽഗമേഷൻ ചെയ്യുകയാണ്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, പുതിയൊരു കമ്പനിയായിട്ട് ഇനി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം സ്കീംസുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 45 പറയുന്നത്. ഇത്രയും പോയിന്റ് പാർട്ട് 3 പറയുന്നുണ്ട്. പാർട്ട് 3 ഡീൽസ് വിത്ത് ദി സസ്പെൻഷൻ ഓഫ് ബാങ്കിങ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദി ബാങ്കിങ് കമ്പനി. അനദർ പാർട്ട് 3 തന്നെ A പറയുന്നുണ്ട്. 3 Aയും Bയും അതുപോലെ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷനാണ്. 3 പറയുന്നത് പാർട്ട് 3A സ്പെഷ്യൽ പ്രൊവിഷനും, അതുപോലെ തന്നെ പാർട്ട് 3B പറയുന്നത് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ക്രൈറ്റീരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ബാങ്കിങ് കമ്പനിയാണ്. അപ്പോൾ നമുക്കിവിടെ പാർട്ട് 3 പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 3യുടെ B3A പറയാം, പാർട്ട് 3B എന്താ പറയുന്നതെന്ന് നോക്കാം. പാർട്ട് 3A സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സ്പീഡി ഡിസ്പോസൽ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ആണ്. ഇവിടെ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്ങിൻ്റെ സ്പീഡി പ്രൊവിഷൻസുകളാണ് പറയുന്നത്. സ്പീഡി പ്രൊവിഷൻസ് ഓഫ് ദി വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ പറയുന്നത് 45A 45 വരെയുള്ള സെക്ഷൻസുകൾ പാർട്ട് 3 പറയുന്നത്. പാർട്ട് 3A 45A എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 45A പാർട്ട് 3A ടു ഓവർ റൈഡ് അതർ ലോ.
അതായത് ഇപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സ്പീഡി ഡിസ്പോസൽ ഓഫ് വൈൻഡിങ് ഓഫ് പ്രൊസീഡിങ്സ് ആണ് നമ്മുടെ പാർട്ട് 3A പറയുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് മറ്റു ലോസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസുകളെ ഓവർ റൈഡ് ചെയ്യാനുള്ള, അതായത് അസാധുവാക്കിക്കൊണ്ട് താഴെ പറയുന്ന റൂളുകളാണ് ഇനി അപ്ലിക്കബിൾ ആകുന്നത്. ഇതാണ് 3A പറയുന്നത്. 45A 45B പറയുന്നത് power of High Court to decide all claims in respect of banking company. ആർക്കൊക്കെയാണോ ക്ലെയിം കൊടുക്കാനുള്ളത് ആ ക്ലെയിമൻസിനെ ഫുൾ അത് ആരൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഹൈക്കോർട്ടിനുണ്ട്. ഹൈക്കോർട്ടിൻ്റെ പവറാണ് 45B സ്പെസിഫൈ ചെയ്യുന്നത്. 45C ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് പ്രൊസീഡിങ്സ് വൈൻഡിങ് അപ്പുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് വൈൻഡിങ് അപ്പ് സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻഡിങ് ആയിട്ട് വരുന്ന എന്തെല്ലാം പ്രോസസ്സുകളുണ്ടോ അതെന്ത് ചെയ്യണം, സ്പീഡ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് പ്രൊസീഡിങ്സ്. നെക്സ്റ്റ് 45D ആണ് സെറ്റിൽമെൻറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം. ഡെപ്റ്റേഴ്സ് ഫേമിന് കൊടുക്കാനുള്ള ആളുകളാണ്. അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സുകൾ ചെയ്യാനുള്ള സെറ്റിൽമെൻറ്റ്സ് ചെയ്യുന്നതാണ് 45D ഡീൽ ചെയ്യുന്നത്. 45E സ്പെഷ്യൽ പ്രൊവിഷൻ ടു മേക്ക് കോൾ ഓൺ കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂട്ടറീസുകളെ ഇൻഫോം ചെയ്യാൻ, അവരെ കോൾ ഓൺ ചെയ്യാനുള്ള പവർ. ദെൻ 45F പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ഓഫ് ബാങ്കിങ് കമ്പനി ടു ബി എവിഡൻസ്. കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതായത് സ്പെഷ്യലായിട്ടുള്ള കേസുകളിൽ അത് എന്താ പറയുക എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കേസുകളിൽ എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് 45F പറയുന്നത്. 45G ഡീൽസ് വിത്ത് പബ്ലിക് എക്സാമിനേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും പബ്ലിക് എക്സാമിനേഷനാണ്. സ്പെഷ്യൽ റൂളാണ് 45F. 45G. 45H ഡീൽസ് വിത്ത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അസസിങ് ഡാമേജസ് അഗെയിൻസ്റ്റ് ഡെലിഗ്വൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ഡ്യൂയിങ്സ് കൊണ്ട് റോങ് ഡൂയിങ്സ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാമേജുകൾ വരികയാണെങ്കിൽ അതിനെ ആ ഡാമേജുകൾ എത്രയുണ്ട്, ലോസ് എത്ര വന്നു എന്നുള്ളത് അസസ് ചെയ്യാനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസുകളാണ് 45H പറയുന്നത്. ദാറ്റ് ഈസ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അസസിങ് ഡാമേജസ് അഗെയിൻസ്റ്റ് ഡെലിഗ്വൻറ്റ് directors. Another 45I deals with the duty of directors and officers of banking company to assist the realization of the property. സൊസൈറ്റിയുടെ ബാങ്കിങ് കമ്പനിയുടെ പ്രോപ്പർട്ടീസുകൾ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിയലൈസ് ചെയ്യുന്നത് വൈൻഡിങ് അപ്പുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് എന്തെങ്കിലും റിയലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓഫീസേഴ്സിൻ്റെയും ഡ്യൂട്ടി എന്തൊക്കെയാണ് ഇൻ കണക്ഷൻ വിത്ത് ഫോർ അസസിങ് ദ റിയലൈസേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. 45J deals with a special provision for punishing offences in relation to banking companies being wound up. അതായത് ബാങ്കിങ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് എന്തെങ്കിലും റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൂയിങ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളണ്ടറി ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതോ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഒഫൻസുകൾക്ക് പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡീൽസ് ഇൻ 45J സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ പണിഷിംഗ് ഇൻ റിലേഷൻ ടു ബാങ്കിങ് കമ്പനീസ് ബീയിങ് വൂണ്ട് അപ്പ്. അനദർ 145K റിപ്പീൽഡ്, ഏതെങ്കിലും റൂൾസുകൾ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് 45K. 45L deals with the public's examination of directors and auditors in respect to banking company under scheme of arrangement. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് 45Gയിൽ പബ്ലിക് എക്സാമിനേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഇവിടെ പബ്ലിക് എക്സാമിനേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ആണ്, പക്ഷേ സ്കീം ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കോൺട്രിബ്യൂട്ടറീസ് അവർക്കൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്കീംസുകൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് ഈ ഡയറക്ടേഴ്സിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ കൊണ്ട് 45L പറയുന്നത്. 45M deals with a special provision for banking companies working under scheme of arrangement
at the commencement of the Amendment Act. അമെൻമെൻറ്റ് ആക്റ്റുമായി റിലേറ്റ് ആയിട്ട് വരുന്ന അറേഞ്ച്മെൻറ്റുകൾ, സ്പെഷ്യൽ സ്കീംസുകൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസുകളാണ് 45EM. 45EM ഡീൽസ് വിത്ത് ദ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ബാങ്കിങ് കമ്പനീസ് വർക്കിംഗ് അണ്ടർ സ്കീംസ് of arrangement at the commencement of the act. Another one 45N appeals. Another one 45 or special period of limitation. Period of limitation കുറിച്ചിട്ടാണ് പറയുന്നത്. 45P reserve bank to tender advice in winding up proceedings. വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സുമായി റിലേറ്റഡ് ആയിട്ട് RBI ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാനുള്ള പവറിനെ കുറിച്ച് പറയുന്നു. അനദർ വൺ 45Q പവർ ടു ഇൻസ്പെക്ഷൻ. സ്പെഷ്യൽ കേസുകളിൽ ബാങ്കിങ് കമ്പനീസുകളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അഫയേഴ്സുകളോ ഇൻസ്പെക്ട് ചെയ്യണം എന്ന് വരുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളുകളാണ് 45Q എന്ന് പറയുന്ന പവർ ടു ഇൻസ്പെക്റ്റിൽ പറയുന്നത്. അനദർ 45R ഡീൽസ് വിത്ത് പവർ ടു കോൾ ഫോർ റിട്ടേൺസ് ആൻഡ് ഇൻഫർമേഷൻസ്. അതായത് ഇപ്പോൾ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സുകൾ വോളണ്ടറി ആവാം അല്ലെങ്കിൽ കമ്പൽസറി ആവാം. അപ്പോൾ ഹൈക്കോർട്ടാണ് ഇപ്പോൾ വളണ്ടറി ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഡോക്യുമെൻറ്റ്സുകൾ, റിട്ടേൺസുകൾ അത് സബ്മിറ്റ് ചെയ്യണം. അതായത് ഫേമിൻ്റെ ഓഫീസേഴ്സാണ് അത് സബ്മിറ്റ് ചെയ്യണത്. അത് സബ്മിറ്റ് ചെയ്യാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്, റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് പവർ ടു കോൾ ഫോർ റിട്ടേൺസ് ആൻഡ് ഇൻഫർമേഷനിൽ പറയുന്നത് 45R ആണ്. 45S ഡീൽസ് വിത്ത് Chief Presidency Magistrate and District Magistrate to assist official liquidators in taking charge of property of banking company being wound up. അതായത് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഹൈക്കോർട്ടാണ്. അപ്പോൾ ഹൈക്കോർട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അസിസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. അപ്പോൾ അത് ഈ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നത്? കമ്പനികളുടെ, ബാങ്കിങ് കമ്പനികളുടെ അസറ്റ്സുകളൊക്കെ ഡിസ്പോസ് ചെയ്യുകയാണ് അല്ലേ. എന്നിട്ട് വേണം ഫണ്ട് കിട്ടിയതിന് ശേഷം എല്ലാ ലാബിലിറ്റീസുകളും എന്ത് ചെയ്യാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടി ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അസിസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റിനും ഉണ്ട്. ആ ഒരു പ്രൊവിഷനാണ് 45S പറയുന്നത്. 45T ഡീൽസ് വിത്ത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ ഓഫ് ഹൈക്കോർട്ട്. ഇപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടീസുകളൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂളുമായി ബന്ധപ്പെട്ടുള്ളതാണ് 45T ഡീൽ ചെയ്യുന്നത്. 45U ഡീൽ വിത്ത് പവർ ഓഫ് ഹൈക്കോർട്ട് ടു മേക്ക് റൂൾസ്. ഈ ലിക്വിഡേഷനുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് പുതിയ റൂൾസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ മേക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിനുള്ള പവറും ഹൈക്കോർട്ടിനുണ്ട്. കാരണം ഹൈക്കോർട്ടാണ് വൈൻഡപ്പിന് ചെയ്യുന്നത്. ഹൈക്കോർട്ടിന് ഈ വൈൻഡപ്പ് റിലേറ്റഡുമായി കൊണ്ട് എന്ത് ചെയ്യാം? സ്പെഷ്യൽ റൂൾസുകൾ മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അനദർ 45V deals with preference to directors etc. shall be construed as including reference to past directors. അതായത് ഡയറക്ടേഴ്സിൻ്റെ റെഫറൻസ് ആണ്. പാസ്റ്റ് ഡയറക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ, അതായത് ഈ വൈൻഡപ്പുമായി റിലേറ്റഡ് ആയിട്ട് കൊണ്ട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തിലുള്ള ഡയറക്ടേഴ്സും ഈ വൈൻഡപ്പിന് പീരീഡുകളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ ഡീൽ ചെയ്യുന്ന റൂളാണ് 45V. 45W പാർട്ട് ടു നോട്ട് ഓൺലി ടു ബാങ്കിങ് കമ്പനീസ് ബീയിങ് wound up. അതായത് 45W എന്ന് പറയുന്ന റൂളിൽ ബാങ്കിങ് കമ്പനീസുകൾക്ക് ബാങ്കിങ് കമ്പനികളല്ലാത്ത കമ്പനികൾ വൈൻഡപ്പ് ചെയ്യുന്ന റൂളുകളാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പാർട്ട് 2 പറയുന്ന ബാങ്കിങ് കമ്പനികളല്ലാത്ത കമ്പനികളുടെ റൂളുകളാണ് 45W സ്പെസിഫൈ ചെയ്യുന്നത്. Another point 45X deals with the validation of certain proceedings. ഇപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഓരോ ആക്റ്റുകളും ഓരോ ഫങ്ഷൻസുകളും എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ആ ഓരോ സെർട്ടൈൻ പീരീഡ് ഫിക്സ് ചെയ്യുന്നതാണ് വാലിഡേഷൻ ഓഫ് സെർട്ടൈൻ പ്രൊസീഡിങ്സിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 3A മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പാർട്ട് 3യിൽ വൈൻഡപ്പ് പ്രൊസീജിയറുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് സ്പീഡപ്പ് ചെയ്യാനുള്ള
പ്രൊവിഷൻസുകൾ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇത്രയും പ്രൊവിഷൻസുകളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതാണ് ഹൈക്കോർട്ടിന്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്ക്, ഫേമിൻ്റെ മാനേജ്മെൻറ്റിന് ഇതിനൊക്കെ എന്ത് ചെയ്യാം, സ്പീഡപ്പ് ചെയ്യാനുള്ള ഓരോ ഫങ്ഷൻസുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വലിയൊരു റോളുണ്ട്. അതാണ് പാർട്ട് 3A സ്പെസിഫൈ ചെയ്യുന്നത്. പാർട്ട് 3B പറയുന്നത് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സെർട്ടൈൻ ഓപ്പറേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസാണ്. ബാങ്കിങ് കമ്പനീസുകൾക്ക് മാത്രം റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില പ്രൊവിഷൻസുകൾ, സെർട്ടൈൻ പ്രൊവിഷൻസ് ടു ബാങ്കിങ് കമ്പനി, certain provision to banking company. ബാങ്കിങ് കമ്പനീസുകൾക്ക് മാത്രം റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസുകളാണ്. അതായത് വൈൻഡപ്പുമായി റിലേറ്റഡ് ആയിട്ട് ബാങ്കിങ് കമ്പനീസുകൾക്ക് മാത്രം വരുന്ന റൂളുകൾ. 45Y ഡീൽസ് വിത്ത് പവർ ഓഫ് സെൻട്രൽ ബാങ്ക് ടു മേക്ക് റൂൾസ് ഫോർ പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ്സ്. ഫേമിൻ്റെ, അതായത് ബാങ്കിങ് കമ്പനീസുകളുടെ റെക്കോർഡ്സുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ, മറ്റ് അതർ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകൾ, മെയിൻ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന, പ്രിസർവ് ചെയ്യുന്ന ആരൊക്കെയാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടിങ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള റൂളുകൾ മേക്ക് ചെയ്യാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ആ പവറാണ് പറയുന്നത് 45Y. 45Y deals with the power of central government to make the rules for preservation of records. 45Z deals with the return of paid instrument to customers. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ്, പെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള റൂളാണ് 45Z പറയുന്നത് കസ്റ്റമേഴ്സിന്. അനദർ 45ZA, ZL പറയുന്നത് റിട്ടേൺ ഓഫ് പെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ടു കസ്റ്റമേഴ്സ് ആണ്. ZA പറയുന്നത് നോമിനേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ് മണി, ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നോമിനേഷൻ. ആരൊക്കെയാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ അവർക്കത് അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളുകളാണ് 45ZA. 45ZB deals with notice of claims of other person regarding deposit not receivable. ഡിപ്പോസിറ്റ്സുകൾ റീപേ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഡിപ്പോസിറ്റ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിനെ കൊടുക്കേണ്ട നോട്ടീസിനെ കുറിച്ചാണ് 45ZB പറയുന്നത്. അതായത് ഇപ്പോൾ ഡിപ്പോസിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഫുൾ ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ തിരിച്ചു കൊടുക്കേണ്ട അതാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഇതുവരെ തിരിച്ചു കൊടുക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവർ ക്ലെയിം ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് കൊടുക്കേണ്ടതിൻ്റെ ഇൻഫർമേഷൻസുകൾ നോട്ടീസ് മുഖേന അറിയിക്കണം. ആ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യാനാണ് 45ZB പറയുന്ന പ്രൊവിഷൻ. 45ZC ആണ് പറയുന്നത്. ZC നോമിനേഷൻ ഓഫ് റിട്ടേൺസ് ഓഫ് ആർട്ടിക്കിൾസ് കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി വിത്ത് ബാങ്കിങ് കമ്പനി. അതായത് ഇപ്പോൾ ബാങ്കുകളിൽ ചില ആർട്ടിക്കിൾസുകളൊക്കെ സേഫ് കസ്റ്റഡിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കണം. വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ റൂൾസുകളാണ് 45ZC പറയുന്നത്. അപ്പോൾ പെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് റീപേ ചെയ്യുന്നതിനെ കുറിച്ച്, ഡിപ്പോസിറ്റ് റീപേ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ചില വാല്യബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സേഫ് കസ്റ്റഡിയിൽ വെക്കുക, ലോക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള പ്രൊസീജിയർ. ഇതൊക്കെയാണ് ഇതുവരെ നമ്മൾ 45ZABCD എന്ന് പറയുന്ന ഇതിൽ പറയുന്നത്. D പറയുന്നത് നോട്ടീസ് ഓഫ് ക്ലെയിം ഓഫ് അതർ റിഗാർഡിംഗ് ആർട്ടിക്കിൾസ് നോട്ട് റിസീവബിൾ. ഇപ്പോൾ നമ്മൾ സേഫ് കസ്റ്റഡിയിലുള്ള ആർട്ടിക്കിൾസ് തിരിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻസുകളാണ് ചെയ്യുന്നത്. ഇനി തിരിച്ചു കൊടുത്തിട്ടില്ലാത്ത ചില ആളുകളുണ്ടാവും. അപ്പോൾ നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞു, പക്ഷെ ചില ആളുകളൊന്നും അത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ റിസീവ് ചെയ്യാത്ത ആളുകൾക്ക് ഇൻഫർമേഷൻസുകൾ വീണ്ടും കൊടുക്കാനുള്ള നോട്ടീസ് ഓഫ് ക്ലെയിമിനെ കുറിച്ചാണ് 45ZT സ്പെസിഫൈ ചെയ്യുന്നത്. So 45ZE deals with the release of
contents of safety lockers. Safety ലോക്കേഴ്സിൽ നമ്മൾ വെച്ചിട്ടുള്ള, അതായത് അതിൻ്റെ ഓണേഴ്സ് വെച്ചിട്ടുള്ള അതിൻ്റെ എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട്, എന്തെല്ലാം ഐറ്റംസുകളാണ് അവരതിൽ വെച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസുകൾ റിലീസ് ചെയ്യാനുള്ള റൂൾ പറയുന്നത് 45ZEയിലാണ്. 45ZE ഡീൽസ് വിത്ത് റിലീസ് ഓഫ് കണ്ടൻറ്റ് ഓഫ് safe custody safe lockers. Another 45ZF deals with notice of claim of other persons regarding safety lockers not receivable. സേഫ്റ്റി ലോക്കേഴ്സ് റിസീവബിൾ അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് 45ZFിൽ പറയുന്നത്. അപ്പോൾ 45 എന്ന് പറയുന്ന റൂള് ഫുള്ളായിട്ടും എന്തിനാണ്, ബാങ്കിങ് ബിസിനസ്സിൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള റീപേയ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളതോ ഡിപ്പോസിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഐറ്റംസുകൾ തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും, ഇനി അത് റിസീവ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് അത് ക്ലെയിം ചെയ്ത് കൊടുക്കാനുള്ള പ്രൊസീജിയേഴ്സുകളാണ് ഏതിൽ പറയുന്നത്, 45 എന്ന് പറയുന്ന സെക്ഷനിൽ. 45Y മുതൽ ZYZ, അതുപോലെ തന്നെ 45ZA ZB എന്ന് പറഞ്ഞുകൊണ്ട് ZF വരെയുള്ള സെക്ഷൻസുകൾ ഈ പറയുന്ന സേഫ് കസ്റ്റഡി, അതുപോലെ തന്നെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ റീപേയ്മെൻറ്റ്, അത് റിസീവ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന റൂൾസുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 3 കംപ്ലീറ്റ് ആയി. പാർട്ട് 3യിൽ തന്നെ ഫസ്റ്റ് വൺ പറഞ്ഞത് സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദി ബാങ്കിങ് ബിസിനസ്സാണ്. ഇനി പാർട്ട് 3A പറഞ്ഞത് സ്പീഡി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയാണ് പറഞ്ഞത്. 3Bയിൽ പറഞ്ഞത് സെർട്ടൈൻ പ്രൊവിഷൻസ് ബാങ്കിങ് ബിസിനസ്സാണ്. സെർട്ടൈൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി ഓപ്പറേഷൻ ഓഫ് ദി സെർട്ടൈൻ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസിൽ വരുന്ന ചില സെർട്ടൈൻ പ്രൊവിഷൻസുകളാണ് പാർട്ട് 3Bയിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർട്ട് 4 ആണ്. അതായത് പാർട്ട് 5 5 പാർട്ടുകളാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ട് 5 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പാർട്ട്, അതായത് സെക്ഷൻ 56. അപ്പം അതുവരെയുള്ള ഇതെല്ലാം അതർ ബാങ്കിങ് കമ്പനീസുകൾക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പാർട്ട് 4 ആണ്. മിസലേനിയസ് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. മിസലേനിയസ് ഫങ്ഷൻസുകളിൽ പറയുന്നത് ഇപ്പോൾ നോക്കൂ, പാർട്ട് 4 മിസലേനിയസ് പ്രൊവിഷൻസുകളാണ്. മിസലേനിയസ് പ്രൊവിഷൻസുകളിൽ 46ൽ പറയുന്നത് പെനാൽറ്റീസുകളാണ്. പെനാൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ആക്ടുകളിലും പഠിച്ചിട്ടുണ്ട്, പെനാൽറ്റീസ് ആൻഡ് ഒഫൻസുകൾ. ഇപ്പോൾ ബാങ്കിങ് കമ്പനീസുകളിൽ മാനേജ്മെൻറ്റോ ഓഫീസേഴ്സോ ആ ഒരു ആക്ടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പെനാൽറ്റീസുകൾ, പനിഷ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് 46ൽ പറയുന്നത്. അപ്പോൾ 46Aയിൽ തന്നെ പറയുന്നുണ്ട്, ചെയർമാൻ, ഡയറക്ടേഴ്സ് എക്സെട്ര ടു ബി public servants for the purpose of Chapter 9 of Indian Penal Code. അതായത് ബാങ്കിങ് കമ്പനീസുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ബാങ്കിങ് കമ്പനീസുകളോ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിങ് കമ്പനീസുകളോ ആണ് എന്നുണ്ടെങ്കിൽ അവരിൽ ചെയർമാൻ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന ചെയർമാൻ, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, വരുന്ന ആളുകളെല്ലാം പബ്ലിക് സെർവൻ്റാണ്. അതായത് ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്താണ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ടു ദി പബ്ലിക്. അപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ബാങ്കിൻ്റെ, ഒരു കൺട്രിയിലുള്ള ബാങ്കിൻ്റെ മെയിൻ റോളാണ്. അപ്പോൾ ആ ഒരു ഇക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആ ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന ആളുകളാണ് ചെയർമാൻ, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്. അപ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, റോങ് ഡൂയിങ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആക്ടിന് വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചാപ്റ്റർ 9 പറയുന്ന റൂൾസുകളായിരിക്കും അപ്ലിക്കബിൾ ആകുന്നത്. അതാണ് ഇവിടുത്തെ ഒഫൻസുകളിൽ പറയുന്നത്. അനദർ വൺ, കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. അപ്പോൾ 47Aയിൽ പറയുന്നുണ്ട്, പവർ ഓഫ് റിസർവ് ബാങ്ക് ടു ഇമ്പോസ് പെനാൽറ്റി.
ഇനി ചില കാര്യങ്ങൾ അവർ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പറയുന്ന കാര്യങ്ങൾ കൂടാതെ എന്തും കൂടെ ഉണ്ടായിരിക്കും, RBI ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റീസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പനിഷ്മെൻറ്റും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന 47A എന്ന് പറയുന്ന റൂള്. അപ്പോൾ 46 പെനാൽറ്റീസുകളിൽ ഡയറക്ടേഴ്സ് ആൻഡ് ചെയർമാൻ ഈസ് റിലേറ്റഡ് വിത്ത് ദി ഇന്ത്യൻ പീനൽ കോഡ്, ദ പനിഷബിൾ അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ഇഫ് എനി ഒഫൻസ് ഈസ് മെയ്ഡ് ബൈ ചെയർമാൻ ആൻഡ് ഡയറക്ടേഴ്സ്. ഇനി അത് കൂടാതെ തന്നെ 47 പറയുന്നത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസുകളാണ്. അറിഞ്ഞുകൊണ്ടും ചില കേസുകളിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് RBI ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റീസുകളും എന്തിലുണ്ടായിരിക്കും, ഈ പറയുന്ന ഒഫൻസിന് ലയബിളായിരിക്കും. അവർക്കതും ആ പനിഷ്മെൻറ്റും കൂടെ കിട്ടും. അനദർ 148 ആണ് പറയുന്നത്. 48 അപ്ലിക്കേഷൻ ഓഫ് ഫൈൻസ് ആണ്. എത്രയാണോ ഫൈനായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന പ്രൊവിഷനാണ് പറയുന്നത് 48. 49 സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ പ്രൈവറ്റ് കമ്പനീസ്. 49 പ്രൈവറ്റ് കമ്പനീസുകൾക്ക് മാത്രമായിട്ട് വരുന്ന, അതായത് പ്രൈവറ്റ് ബാങ്കിങ് കമ്പനീസുകളാണ്. പബ്ലിക് സെക്ടറിൽ വരുന്ന ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ബാങ്കുകളുണ്ട്. പബ്ലിക് സെക്ടറിൽ വരുന്ന ബാങ്കുകൾക്ക് ഈ പറയുന്ന എല്ലാ റൂളുകളും അപ്ലൈ ചെയ്യും. പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ബാങ്കുകൾക്ക് സ്പെഷ്യലായിട്ട് ഈ റൂളുകൾ കൂടെ എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനുണ്ട്. അതിൽ വരുന്നതാണ് 49A. 49 പ്രൈവറ്റ് ബാങ്കിങ് കമ്പനീസുകൾക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂള്. 49A പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്. അതായത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. എല്ലാ ബാങ്കുകളുടെയും മെയിൻ ഫംഗ്ഷനാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റിനെ കുറിച്ച് തന്നെ ഒരു റെസ്ട്രിക്ഷൻ പ്രൈവറ്റ് കമ്പനികൾക്കുണ്ട്. അതായത് ചെക്ക് മുഖേന ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ വിഡ്രോ ചെയ്യുന്നത് ചെക്ക് മുഖേന ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് വരെ ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാം, ആ റൂളാണ് 49A പറയുന്നത്. 49A deals with the restriction on acceptance of deposit withdrawable by check. Another 49B deals with the change of name by banking company. അതായത് ബാങ്കുകളുടെ പേരുകൾ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ മെമ്മോറാണ്ടത്തിലൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസുകളാണ് നെയിം ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾക്ക് സ്പെഷ്യൽ റൂളുകളാണ് 49B പറയുന്നത്. അനദർ 149C ഡീൽസ് വിത്ത് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് ബാങ്കിങ് കമ്പനി. ഇപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻസുകളിൽ വരുന്നതാണ് ഒരെണ്ണം മെമ്മോറാണ്ടത്തിൽ വരുന്ന ക്ലോസുകളെ എന്ത് ചെയ്യാം, ഓൾട്രേഷൻ ചെയ്യാം. അപ്പോൾ ഓൾട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ലോസുകളാണ് ഓൾട്രേഷനുമായി റിലേറ്റഡ് ആയിട്ട് കൊണ്ട് പ്രൈവറ്റ് ബാങ്കിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റൂളുണ്ട്, ദാറ്റ് ഈസ് ഡീൽസ് വിത്ത് 49C. സോ 49 deal with the special provision relating to private banking company. 49A deals with restriction of the accepting deposit by withdrawable by check. Another 49B deals with the change of name of banking company. 49C deals with the alteration of memorandum of the banking company. ഇതാണ് പ്രൈവറ്റ് ബാങ്കിങ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ പാർട്ട് 4 വരുന്ന സ്പെഷ്യൽ പ്രൊവിഷൻ. അനദർ പറയുന്നത് 49 കഴിഞ്ഞാൽ 50 ആണ്. സെർട്ടൈൻ ക്ലെയിംസ് ഫോർ കോമ്പൻസേഷൻ ബാർഡ്. അതായത് കോമ്പൻസേഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ആ ക്ലെയിമുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളാണ് 50 പറയുന്നത്. സെക്ഷൻ 50 ഡീൽസ് വിത്ത് സെർട്ടൈൻ ക്ലെയിംസ് ഫോർ കോമ്പൻസേഷൻ ബാർഡ്. അനദർ വൺ പറയുന്നത് 51 ഡീൽസ് വിത്ത് അപ്ലിക്കേഷൻ ഓഫ് സെർട്ടൈൻ പ്രൊവിഷൻസ് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ബാങ്ക് നോട്ടിഫൈഡ് ബാങ്ക്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്പർ 1 ആയിട്ടുള്ള കമേഴ്ഷ്യൽ ബാങ്ക്, ലാർജസ്റ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അതർ നോട്ടിഫൈഡ് ആയിട്ടുള്ള ബാങ്കുകൾക്കും റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസുകളാണ് പാർട്ട് 4 51 സെക്ഷനിൽ പറയുന്നത്. സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ നോട്ടിഫൈഡ് ബാങ്ക്. ഈ 2 നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബാങ്കുകൾ, അതിൻ്റെ ലിസ്റ്റുകൾ വേറെ ഉണ്ട്.
അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സർട്ടൻ പ്രൊവിഷൻസുകൾ ആണ് 51-ൽ. 52 പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും അതുപോലെ തന്നെ RBI ഇമ്പോസ് ചെയ്യുന്ന റൂൾസുകളാണ് ബാങ്കിങ് ബിസിനസ് ചെയ്യാനായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾക്ക് വരുന്നത്. പക്ഷേ ചില കേസുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാം, റൂൾസുകൾ മേക്ക് ചെയ്യാം. ആ റൂൾസ് മേക്ക് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 52-ൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 52 ഡീൽസ് വിത്ത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് കൂടാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ വൈൻഡ് അപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ബിസിനസ് റൺ ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസുകൾക്ക് വേണ്ടി റൂൾ മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന്. അതുപോലെയുള്ള റൂൾ തന്നെയാണ് 52-ലും പറയുന്നത്, പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് ദി റൂൾസ്. അനദർ വൺ പവർ ടു എക്സംപ്റ്റ് ഇൻ സെർട്ടൈൻ കേസ്. അപ്പോൾ ഈ റൂൾസുകളെല്ലാം ഇത്രയും പറഞ്ഞെങ്കിലും ചില കേസുകളിലൊക്കെ ചില ബാങ്കിങ് കമ്പനീസുകൾക്കൊക്കെ അതിലെന്തുണ്ട്, എക്സംഷൻസുകളുണ്ട്. അപ്പോൾ ആ എക്സംഷൻസുകൾ ഉണ്ട് എന്ന് പറയുന്ന റൂളുകളാണ് ഈ 53-ൽ സ്പെസിഫൈ ചെയ്യുന്നത്. 52 ഡീൽസ് വിത്ത് പവർ ടു മേക്ക് റൂൾസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അനദർ 53 ഡീൽസ് വിത്ത് പവർ ടു എക്സംപ്റ്റ് ഇൻ സെർട്ടൈൻ കേസ്. ചില കേസുകളിൽ എക്സംഷൻസുകൾ കൊടുക്കുന്നുണ്ട്. ആ എക്സംപ്റ്റഡ് ആയിട്ടുള്ള റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മേക്ക് ചെയ്യുന്ന റൈറ്റിനെ കുറിച്ചിട്ടാണ് 53-ൽ പറയുന്നത്. അനദർ വൺ പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ അണ്ടർ ദിസ് ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് കൊണ്ട് എന്തെങ്കിലും പല കേസുകളിലും പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ആക്ട് പ്രൊവിഷൻസുകളാണ് 54-ൽ ഡീൽ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ എഗെയിൻസ്റ്റ് ആക്ഷൻ ടേക്കൺ അണ്ടർ ദി ആക്ട്. അനദർ വൺ അമെൻമെൻറ്റ് ഓഫ് ആക്ട് 2 ഓഫ് 1934 എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ 2 പാർട്ടിൽ പറയുന്ന റൂൾസുകളിൽ അമെൻമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. 1935-ലാണ് RBI നിയമ പ്രാബല്യത്തിൽ വന്നത്. ആക്ട് വരുന്നത് 1934-ലാണ്. അപ്പോൾ ആ ആക്റ്റിൽ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് സെക്ഷൻ 55-ൽ പറയുന്നത്. അനദർ പോയിൻ്റ് പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ് 55A ആണ് പറയുന്നത്. ഇപ്പോൾ ഏതൊരു റൂളുകൾ അപ്ലൈ ചെയ്യുമ്പോഴും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ ഓർഗനൈസേഷൻസുകളോ അവരുടെ എക്സിക്യൂഷൻസുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, റൂൾസുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ റൂള് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റീസുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പുതിയ റൂളുകൾ എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള റൂൾസുകൾ മേക്ക് ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ചാണ് പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്ന റൂൾ 55A-ൽ പറയുന്നത്. ഇപ്പം നമ്മുടെ പാർട്ട് 4 ഇത്രയാണ് പറയുന്നത്. മിസലേനിയസ് പ്രൊവിഷനിൽ സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ RBI, അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കിങ് കമ്പനീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസുകൾക്ക് അവരുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില റൂളുകളാണ് മിസലേനിയസ് എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. അനദർ പാർട്ട് 5 ആണ്. പാർട്ട് 5 അപ്ലിക്കേഷൻ ഓഫ് ദി ആക്ട് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രം വരുന്ന സെക്ഷനാണ് ഏത് പറഞ്ഞത്, പാർട്ട് 5 വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 5 അറിയാം. പാർട്ട് 5-ലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഏത് വന്നിട്ടുള്ളത്, റൂൾസ് അപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾസ് അപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് ഇൻ ബാങ്കിങ് ബിസിനസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ ബാങ്കിങ് ബിസിനസ്സുകൾ കൊണ്ടുവരുന്നു. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ കോഓപ്പറേറ്റീവ് ബാങ്കുകളുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 56 ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 56 ഒരിക്കലും മറക്കരുത്. കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്ഷൻ 56 ആണ്. ആക്ട് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് തന്നെയാണ്. അതിലെ പാർട്ട് 5 ആണ്
കോപ്പറേറ്റീവ് ബാങ്കുകളുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളുകൾ പറയുന്നു. അപ്പോൾ എന്താണ് 56ലെ റൂൾ എന്ന് പറയാം? ആക്ട് ടു അപ്ലൈ കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്ജക്റ്റ് ടു മോഡിഫിക്കേഷൻ. അതായത് പാർട്ട് 5 ചില കോപ്പറേറ്റീവ് ബാങ്കുകൾ അത് ഇൻസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിനുമായി റിലേറ്റഡ് ആയിട്ട് കൊണ്ട് ചില ഓൾട്ടറേഷൻസുകൾ മോഡിഫിക്കേഷൻസുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെല്ലാം ഏതിൽ പറയുന്നുണ്ട്? സെക്ഷൻ 56 പറയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ 1949 ആണ്. മാർച്ച് 16 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മാർച്ച് നെക്സ്റ്റ് ഇയറിൽ 1966 കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും കൂടെ വർക്ക് ചെയ്തതിന് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള റൂളുകൾ കൊണ്ടുവന്നു. അപ്പോൾ ആ കൊണ്ടുവന്ന റൂളിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ട് 5 അതുപോലെ തന്നെ സെക്ഷൻ 56 ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്തത്. പക്ഷേ 1966 ഈ ഒരു റൂളിന് വേണ്ടി ഒരു ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു അമെൻമെൻറ്റ് വന്നെങ്കിലും ആ ആക്ടിനെ പറയുന്ന പേര് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് തന്നെയാണ്. അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത റൂളിന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് സെക്ഷൻ 56 പാർട്ട് 5. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പാർട്ട് 3യിൽ തന്നെ എയും ബിയും, പാർട്ട് 4 ആൻഡ് പാർട്ട് 5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 5 കോപ്പറേറ്റീവ് ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകളുണ്ട്. ആ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകളും ഈ ആക്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകളാണ് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക്സ്.